ഹായ് ഹലോ. ഇന്ന് ഞാനൊരു കുഞ്ഞു വിളവെടുപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കണത്. നമ്മൾ ചീരയൊക്കെ പറിക്കുകയാണ്. കുറച്ച് ചീര ഉണ്ട്. നമുക്ക് ഇന്നത്തെ പലച്ചക്ക് താളിക്കാൻ വേണ്ടിയിട്ട് അത് പറിക്കട്ടെ. കുറച്ചൊക്കെ ഉണ്ട്. എല്ലാത്തും കൂടെ ഒന്നും പറിക്കണില്ല. നാളെയും പറിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള മാത്രമേ ഇന്ന് പറിക്കണുള്ളൂ. അങ്ങനെ ചീരയൊക്കെ പറിച്ച് പിന്നെ ഒരു തക്കാളി എന്തെങ്കിലും പിന്നെ 3 പഴുത്ത് നിൽക്കുന്നു. പിന്നെ 3 തക്കാളിയും കൂടി പറിക്കട്ടെ വിചാരിച്ചു. അത് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പക്ഷികളും കൊത്തിയാലും പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ 3 തക്കാളി ഞാൻ പറിച്ചിട്ടോ. ഇനിയൊക്കെ പച്ചയാണ്, ഇനിയൊക്കെ പഴുത്തിട്ട് വേണമെങ്കിൽ. പിന്നെ എനിക്ക് സങ്കടപ്പെട്ടൊരു വിളവെടുക്കുന്ന ഇതാണ് കേട്ടോ. ഞാൻ ഈ ക്യാരറ്റ് നട്ട് കാത്തിരിക്കുന്നത് ഇപ്പം എന്നാൽ പറിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് രാവിലെ ടെറസിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ ഒരു ചെടി വാടി നിൽക്കണം. എന്തൊക്കെ വിചാരിച്ചിട്ട് ആ ചെടി പറിച്ച് നോക്കുമ്പോൾ അതൊക്കെ ചീഞ്ഞ് പോയിക്കും. ഇത് ഞാൻ മറ്റേ 2 പറിച്ചു. അതിലുമില്ല. ഒന്നുമെന്നാണ് നമുക്ക് ഒരു വലിയ വലിപ്പമൊന്നും ഇല്ലാത്തൊരു ക്യാരറ്റ് നമുക്ക് കിട്ടും. എന്നാലും സന്തോഷം, ഒന്നെങ്കിലും കിട്ടിയല്ലോ, കാണാനെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളത് ആശ്വസിക്കുക. അല്ലാതെ എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ചട്ടിയിൽ 4 മൂട വെച്ചിരുന്നു. 4 ഒന്നാണ് കിട്ടിയത്. 3 ചീഞ്ഞ് പോയി. ഇത് പറിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുമെന്ന് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ കുഴിയിൽ വെച്ചതല്ലേ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 5-ാം മാസമല്ലേ. എത്രയൊന്നും നിൽക്കണ്ടാവില്ല ഇക്കാര്യം. എനിക്കറിയില്ല ക്യാരറ്റ് എത്ര മാസമാണ് പറിക്കുക എന്താണെന്നൊന്നും അറിയില്ല. ഏതൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടിരിക്കുന്നു ക്യാരറ്റ് മുകളിലേക്ക് പൊന്തി വരും, അപ്പോഴാണ് വിളവെടുക്കുന്നത്. പക്ഷെ ഇത് പൊന്തി വരുന്നൊന്നും കാണാനില്ല. അപ്പം ഞാനായിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ കേട്ടെ. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. നമ്മുടെ വെള്ളരി ഇതാ ഒക്കെ പിന്നെ പറിക്കാൻ പറ്റും. നോമ്പ് കഴിയട്ടെ. അതുവരെ വെള്ളരി ഒന്നും കേട് വരില്ലല്ലോ. നോക്കട്ടെ. നമ്മളതൊക്കെ തക്കാളിയും ക്യാരറ്റും ഒക്കെ പറിച്ച് കുറച്ച് പയറുണ്ട് കേട്ടോ. ഈ പയറുവള്ളി വലിച്ചിടട്ടേന്ന് കരുതും. പിന്നെ ഇങ്ങനെ 1, 2 എന്ന് പറഞ്ഞാൽ ഉണ്ടാവണമെന്നുണ്ടോ പിന്നെ വലിച്ചിടാൻ തോന്നില്ല. അത് കഴിയട്ടേന്ന് വിചാരിച്ചു. എന്നിട്ട് വലിച്ചിടാൻ വെച്ചിട്ടേന് അങ്ങനെയുള്ള പയർ നിറക്കട്ടെ. ഒരു ഉപ്പേരിക്കായാലും അതായാലും വിചാരിച്ചിട്ടേന് അതിനുള്ള പയറൊക്കെ ഇറക്കും. നമ്മളിതാ കുറച്ചൊക്കെ പയർ കിട്ടിക്കണം കേട്ടോ. അധികമൊന്നുമില്ല. ഇതിൽ 2 വിധം പയറുണ്ട്. കുറ്റിപ്പയറുണ്ട്, പച്ചപ്പയറുണ്ട്. 2ഉം കൂടി മിക്സ് ചെയ്തൊക്കെ ഇറക്കും. ഇതൊക്കെ ഒരു കയ്പ്പുണ്ടല്ലേ, ആ ഒരു കയ്പ്പൊക്കെ ഇറക്കും. കയ്പ്പ് അത്യാവശ്യം നല്ല വലിപ്പം തന്നെ കേട്ടോ. ഇതൊരു കുഞ്ഞു മക്കൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ചെറുതാണ്, വലിയതായിട്ടുള്ളൂ. ഞാനത് കുപ്പിയിട്ട് നിർത്തിക്കൊടുത്തൊക്കെയാണ് ഈച്ചൊന്നും കുത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് പീച്ചിലാണ് കുപ്പിയിൽ. ഇതൊരു കയ്പ്പയുണ്ട് കുപ്പിയിൽ. അതാണ് കുപ്പി പീച്ചിലും. ഇതാ കയ്പ്പുണ്ടാവുന്നത്, അവിടെ കയ്പ്പുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.